ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, മോനെ വയറ് കുറയുന്നില്ല, അല്ലെങ്കിൽ ശരീരവേദന കുറയുന്നില്ല, ചെയ്യുന്നതിൻ്റെതായ ഒരു ആരോഗ്യം കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ അവരോട് ചോദിച്ചു വരുമ്പോഴായിരിക്കും അവർക്ക് ഒരു ലോഡ് മരുന്നായിരിക്കും കഴിക്കാനുള്ളത്. നമ്മൾ ഓരോന്നായിട്ട് ഇതെന്തിൻ്റെയാ എന്നിങ്ങനെ ചോദിച്ച് മെഡിസിൻസ് എടുത്ത് നമ്മൾ എണ്ണം എടുത്ത് കഴിയുമ്പോൾ ഭൂരിഭാഗം മെഡിസിൻസും അവരെന്തിനാണ് കഴിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തുണ്ടാവില്ല. അതായത് ആദ്യം ഡോക്ടർ ചെന്നപ്പം ഇന്ന മെഡിസിൻ്റെ കൂടെ ഇന്നത് കഴിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത് ചെന്നപ്പം ഈ പ്രശ്നങ്ങൾ ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്യും. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള മെഡിസിൻ ഡോക്ടർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ മെഡിസിൻ ആണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യത്തുമില്ല, ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഓരോ പ്രാവശ്യവും ഡോക്ടറെ കാണുന്നതിനനുസരിച്ച് മെഡിസിൻസിൻ്റെ എണ്ണം കൂടുന്നതല്ലാണ്ട് ഇതൊന്നും അതിനനുസരിച്ച് നിർത്തുകയോ പുതിയത് വരുമ്പം പഴയത് നിർത്തുകയോ ചെയ്യത്തില്ല. അതെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അന്ന് ഞാൻ ഡോക്ടർ തന്ന മെഡിസിൻ അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആരോഗ്യമായിരുന്നു പറയുന്ന മിക്ക ആൾക്കാരും ഉണ്ട്. ഈവൻ ഈ പറഞ്ഞ പോലെ ഒരു സമയം വരെ എൻ്റെ അമ്മ വരെ അങ്ങനെയായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ മെഡിസിൻ എന്തെങ്കിലും എഴുതി തന്നില്ലെങ്കിൽ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെ. അപ്പോൾ ഈ മിക്ക മെഡിസിൻ ഓവറായിട്ട് കഴിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി ഡാമേജ് ആവും, നിങ്ങളുടെ ലിവർ ഡാമേജ് ആവും, നിങ്ങൾക്ക് ഇൻറ്റേർണൽ ഇൻഫ്ലമേഷൻ വരും, നിങ്ങൾക്ക് അതായത് പുതിയ രോഗങ്ങൾ നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് ഉണ്ടാകുന്ന ഡാമേജുകൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. അത് ഡോക്ടറോട് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നിങ്ങൾ കറൻ്റ്ലി കഴിക്കുന്ന മെഡിസിൻസ് കാണിച്ച് ഇത് വേണോ വേണ്ടയോ എന്ന് ചോദിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം പുതിയത് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.